അവിടെ ചെന്ന് ഒരു 3-ാമത്തെ ദിവസമായപ്പോഴേക്കും എനിക്ക് പറ്റണില്ല കേട്ടോ. കാരണം ഈ ആളുകളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് ബഹളം, കുറേ തമിഴന്മാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അല്ല, തമിഴരെ ഞാൻ കുറ്റം പറയാനില്ല കേട്ടോ. ഈ വന്നേക്കുന്ന ആളുകളുടെ സംസ്കാരം എന്ന് പറയുന്നത് അവർ ജീവിച്ച സാഹചര്യങ്ങളിൽ നിന്നുള്ളത് കൊണ്ടായിരിക്കാം അവരങ്ങനെ വഴക്ക് കൂടുന്നതും പരസ്പരം തല്ലുണ്ടാക്കുന്നതും ഒക്കെ. അപ്പോൾ എപ്പോഴും അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും വർത്താനവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറേ വയ്യാത്ത ആളുകളും ഉണ്ടായിരുന്നു. അപ്പം ചിലവരുടെയൊക്കെ ദേഹമൊക്കെ പുഴുത്ത് അങ്ങനെയാണ് അവർ കിട്ടുന്നത് അവിടെ. അപ്പോൾ ദേഹമൊക്കെ പുഴു വെച്ച് ആ ഒരു നേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ആ നേഴ്സ് വന്ന് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്ന് അവരുടെ സർവീസ് ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഈ മുറിവുകളിൽ നിന്നൊക്കെ അവരിങ്ങനെ പുഴുവിനെ എടുത്ത് ഇങ്ങനെ മാറ്റുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അമ്മ ഇവരുടെ ഇടയിലാണോ ഞാൻ 1 മാസം നിൽക്കേണ്ടത് എന്നൊക്കെ തോന്നി ഭയങ്കര നിരാശയൊക്കെ ആയിരുന്നു. പക്ഷേ ഗായ്സ്, ഞാൻ 1 മാസം അവിടെ കടിച്ചു പിടിച്ച് നിന്നു. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് പിന്നെ MSWൻ്റെ എൻട്രൻസ് എക്സാം എഴുതാനായിട്ട് അവർ കോൾ ഫോർ ചെയ്തു. അങ്ങനെ എക്സാം എഴുതി. MSWന് ഇരിങ്ങാലക്കുട സെൻറ്റ് ജോസഫിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജോലിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഈ MSW പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ജോലി കിട്ടും എന്ന് അന്വേഷിച്ച് നടന്നപ്പോഴാണ് പ്രത്യേകിച്ച് ജോലിയൊന്നും കിട്ടണില്ല. അങ്ങനെ ഞാൻ പത്രത്തിലൊരു ഇത് കണ്ടു കേട്ടോ. അതായത് ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു, ഇങ്ങനെ കൗൺസിലറെ ആവശ്യമുണ്ടെന്ന്. അപ്പോൾ MSW ഒക്കെ പഠിച്ചാണ് എനിക്ക് കൗൺസിലിംഗ് മേഖല നല്ല, ഞാൻ മെഡിക്കൽ ആൻഡ് സൈക്യാട്രിയാണ് സ്പെഷ്യലൈസ് ചെയ്തത്. അപ്പോൾ എന്നാൽ പിന്നെ അതിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അല്ല, കൗൺസിലിംഗ് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം പോയി. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതൊരു കരിയർ ഗൈഡൻസ് കൗൺസിലിംഗ് ആയിരുന്നു. എന്നാലും ഞാൻ ഒരാഴ്ച അവിടെ, അല്ല 1 മാസം അവിടെ ജോലി ചെയ്തു. പിന്നെ അത് നമ്മുടെ ഒരു ഇതൊന്നും എനിക്കറിയില്ലല്ലോ. അതല്ല ഞാൻ പറയണത്. അപ്പം ഇതൊന്നും, പക്ഷെ അത് നമ്മുടെ മേഖലയല്ലാന്ന് കണ്ടപ്പോൾ ഞാനത് അവിടെ നിന്ന് ഇട്ടിട്ട് പോന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു മാള എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പുതിയ ഹോസ്പിറ്റൽ തുടങ്ങി. അപ്പം ഞാനാണെങ്കിൽ MSW പഠിക്കുമ്പോൾ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിലായിരുന്നു പ്ലേസ്മെൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ മെഡിക്കൽ ആൻഡ് സൈക്യാട്രി വിഭാഗത്തിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഒരു ഷീല എന്ന് പറഞ്ഞ മേഡായിരുന്നു. അപ്പോൾ ആ മേഡമാണ് ഫസ്റ്റത്തെ അവിടുത്തെ സൈക്കാട്രിക് സോഷ്യൽ വർക്കർ, ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവിയാണ്. അപ്പോൾ എനിക്കും ഒരാഗ്രഹം, ഇങ്ങനെ ഒരു ആളെനിക്ക് ഭയങ്കര മോട്ടിവേഷനായിരുന്നു. അപ്പോൾ ഈ മേഡത്തിനെ പോലെ എനിക്കും ഒരു ഹോസ്പിറ്റലിൽ പുതിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങി അവിടുത്തെ ഫസ്റ്റത്തെ സോഷ്യൽ വർക്കർ ആവണം എന്നുള്ളത്, അതായത് ഫസ്റ്റത്തെ സൈക്കാട്രിക് സോഷ്യൽ വർക്കർ ആവണം എന്നുള്ളത്. അങ്ങനെയാണ് ഈ ഹോസ്പിറ്റൽ അങ്ങനെ തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ പോയി ആപ്ലിക്കേഷൻ വെച്ചു. അങ്ങനെ അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അങ്ങനെ ഞാൻ അവിടെ പോസ്റ്റിംഗ് ആയി. ഫസ്റ്റത്തെ സൈക്കാട്രിക് സോഷ്യൽ വർക്കറായിട്ട് തന്നെ ഞാൻ ആ ഹോസ്പിറ്റലിൽ പോസ്റ്റിംഗ് ആയി. പക്ഷേ ഒരു 6 മാസം വർക്ക് ചെയ്തപ്പോഴത്തേക്കും എനിക്കത് മടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുറച്ച് ഇങ്ങനെ എന്താ പറയുക ആക്ടിവിറ്റീസായിട്ട് നമുക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ അവിടെ നിന്നും പോന്നു. എന്നിട്ട് പിന്നെ ഞാൻ ജോലി ചെയ്തത് ചാലക്കുടിയിലുള്ളൊരു നിർമ്മല കോളേജ് ഉണ്ട്, അവിടെ കുട്ടികൾക്ക് കൗൺസിലിംഗ്. അപ്പോൾ അങ്ങനെ കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ 18, 19, 20 വയസ്സിലുള്ള കുട്ടികളാണല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴും എന്താ പറയാനുണ്ടാവുക, അവരുടെ പ്രണയ കഥകളാണ്. ഇങ്ങനെ എന്നും പ്രണയ കഥകൾ പറഞ്ഞ് അതും എനിക്കും എടുത്തു. അതും കൗൺസിലിംഗ് ചെയ്ത് അതും എടുത്തു കഴിഞ്ഞപ്പോഴേക്കും പക്ഷേ എനിക്ക് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഒരു ജോലി കിട്ടി. അപ്പം ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നത്. നാഷണൽ ഹെൽത്ത് മിഷനിൽ PROസിനെ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടപ്പോൾ അതിനകത്ത് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ പക്ഷേ ഞാൻ അതിനകത്ത് അവർ 5 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 5 വർഷം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ ഞാൻ ഇൻ്റർവ്യൂ എനിക്ക് ജോലിയൊന്നും വേണ്ട, ഇൻ്റർവ്യൂ വെറുതെ അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്, അതെങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവരെന്നെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യിപ്പിച്ചു. അതിന് മുന്നേ ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു. റിട്ടേൺ ടെസ്റ്റിന് എനിക്ക് ഫുൾ മാർക്കായിരുന്നു. അപ്പം ആ ഫുൾ മാർക്ക് കണ്ടിട്ടാണ് അവർ ഇൻ്റർവ്യൂവിൽ എന്നെ അറ്റൻഡ് ചെയ്യിപ്പിച്ചത്. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യിച്ചാൽ അവർ പറഞ്ഞു ജോലി കിട്ടുമൊന്നുമില്ല, കാരണം 5 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്, അപ്പോൾ അതുകൊണ്ട് ജോലി കിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മതി പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ റെക്കമെൻഡ് ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ അത് പോന്നു. ആ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഞാൻ പോന്നു. പിന്നെ ഞാൻ അത് മറന്നേ പോയിട്ടാണ്. പിന്നെ 1 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു കോള് വരുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ NHMൽ PRO ആയിട്ട് ജോലി കിട്ടിയിട്ടുണ്ട്, അപ്പോൾ വന്നിട്ട് എന്താ പറയുക ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഓടിപ്പോയി കേട്ടതും ഓടിപ്പോയി ഇപ്പോൾ ആദ്യത്തെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് കടപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു, ഹെൽത്ത് ബ്ലോക്കിലായിരുന്നു. കടപ്പുറം ഹെൽത്ത് ബ്ലോക്കിൽ അവിടുത്തെ ഹെൽത്ത് സെൻറ്ററിൽ PRO ആയിട്ട് അങ്ങനെ ജോയിൻ ചെയ്തു.
പിന്നെ കടപ്പുറത്ത് നിന്ന് മാറി വടക്കേക്കാട് നിന്ന് മാറി പുത്തഞ്ചിറയിൽ നിന്ന് മാറി ആനന്ദപുരത്ത് നിന്ന് മാറി ഇപ്പോൾ ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിൽ PR ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞ് ഇനി ജോലി മാറ്റാൻ വല്ല തീരുമാനമുണ്ടോ? ഇനി ജോലി മാറ്റാൻ തീരുമാനമില്ല. കാരണം ഇതിൽ ഇപ്പോൾ നാഷണൽ ഹെൽത്ത് മിഷൻ ഞങ്ങളെ കൊണ്ടുപോകുന്നിടത്തോളം കാലം ഞാൻ ഈ ജോലിയുമായി തുടരും. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ പറഞ്ഞ ജോലിയില്ലേ, ഇത്രയും ജോലികൾ അതല്ലാണ്ട് ഇപ്പൊ വേറെ വല്ല ജോലിയും ചെയ്യുന്നുണ്ടോ? ഇത് എൻ്റെ ഒരു പ്രൊഫഷണൽ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ് PRO എന്നുള്ള ജോലി. അപ്പോൾ പ്രൊഫഷണൽ അല്ലാണ്ട് എനിക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ആങ്കറിങ് ആണ്. അപ്പോൾ ഞാൻ ആങ്കറിങ് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 6 വർഷമായിട്ട് ഞാൻ ആങ്കറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 6 വർഷത്തിൻ്റെ ഇടയിൽ ഒരു 550 കല്യാണമെങ്കിലും ഞാൻ ആങ്കർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ കുറേ ഈ സ്റ്റേജ് പ്രോഗ്രാംസ്, പിന്നെ കുറേ മന്ത്രിമാരുടെ ഒഫീഷ്യൽ പ്രോഗ്രാംസ്, അങ്ങനെ കുറച്ച് ആങ്കറിങ്ങും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ആങ്കറിങ് താല്പര്യമുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ആങ്കറിങ് രംഗത്തൊക്കെ കുറേ അധികം കുട്ടികൾ വന്നു തുടങ്ങി. അപ്പം നമ്മളൊക്കെ ഔട്ട് ഓഫ് ഇതായി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ആങ്കറിങ്ങിൽ ആൾക്കാർ വിളിക്കുകയാണെങ്കിൽ പോവും. പിന്നെ പൈസ ഒരു പ്രധാന പ്രശ്നമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പൈസ പറയുമ്പോൾ ചിലർക്കൊന്നും വലിയ താല്പര്യമില്ല. അപ്പം അങ്ങനെ കുറച്ചൊക്കെ ഡീലിങ്സൊക്കെ നമുക്ക് മിസ്സായി പോകുന്നുണ്ട്. കുഴപ്പമില്ല, എൻ്റെ പൈസയുമായിട്ട് യോജിച്ച് പോകുന്നവർ വരുമ്പോൾ ഞാൻ ആങ്കറിങ് ചെയ്തു കൊടുക്കും. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ എനിക്ക് LLB ഇഷ്ടമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഇഷ്ടം കൊണ്ട് ഇപ്പം ഞാൻ LLB പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വേറെ ഇങ്ങനത്തെ ജോലിയില്ല. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ജോലി എന്താ? പിന്നെ യൂട്യൂബ് ചെയ്യാന്നുള്ളത് ഒരു ജോലിയല്ല. അതൊക്കെ എൻ്റെ ഒരു പാഷനാണ്. ആങ്കറിങ് ആയാലും എൻ്റെ ഒരു പാഷനാണ്. പക്ഷെ അതിന് ഞാൻ ശമ്പളം വാങ്ങിക്കും. ഓക്കെ, നെക്സ്റ്റ്. എവിടെയാണ് വീട്? സ്വന്തം വീട് എവിടെയാന്ന് എന്റെ മോൾക്ക് അറിയില്ലേ? എനിക്കല്ല അറിയണ്ടേ, അവർക്കാണ് അറിയേണ്ടത്. സ്വന്തം വീട് ഞാനിത് യൂട്യൂബില് കണ്ടന്റ് ആയിട്ട് ഇടുന്നത് കൊണ്ട് മോള് പറയണത് സ്വന്തം വീട് എവിടെയാന്നൊക്കെ പറയണത്. അപ്പം എൻ്റെ സ്വന്തം വീട് എന്ന് പറയുന്നത് പഴൂക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് പുത്തഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ പുത്തഞ്ചിറയും പഴൂക്കരയും തമ്മിലുള്ള ആദ്യം വ്യത്യാസമൊന്നുമില്ല, ഒരു 6 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. സിബ്ലിങ്സ് ഉണ്ടോ? എനിക്ക് സിബ്ലിംഗ് ഉണ്ട്. എൻ്റെ അനിയത്തി സോഫിയ, എൻ്റെ പേര് സോണിയ എന്നാണ്. പറഞ്ഞല്ലോ അല്ലേ. എനിക്ക് അനിയത്തി സോഫിയ, 1 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ ഞങ്ങൾ തമ്മിൽ. അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ കുഞ്ഞു ചെറുപ്പത്തിൽ ഞാനും അനിയത്തിയും തമ്മിൽ എനിക്കിങ്ങനെ, കാരണം നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ 1 വയസ്സിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പം എൻ്റെ മേമയ്ക്ക് അപ്പോൾ 39 വയസ്സാ. അപ്പോൾ അമ്മമാരും അപ്പന്മാരും നമ്മളെ ശ്രദ്ധിക്കണം, നമ്മളെ എടുക്കണം, അല്ലെങ്കിൽ നമ്മളെ കൊഞ്ചിക്കണം, അങ്ങനെയൊക്കെ ചിന്തകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ പക്ഷേ നമ്മുടെ താഴെ ഒരു കൊച്ചു വരുമ്പോൾ അവരിലായിരിക്കും കൂടുതലും ശ്രദ്ധ. അതിപ്പോൾ ബേസിക്കലി മാതാപിതാക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ പോകും. അപ്പോൾ എൻ്റെ അപ്പനും അമ്മയ്ക്കും അവളോട് ഒരു ഇഷ്ടം കൂടുതലുണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. വിശ്വസിക്കാൻ പാടില്ല, അവർ ചിലപ്പോൾ സമ്മതിക്കണ്ടാവില്ലായിരിക്കും. പക്ഷെ ഞാൻ ക്കുന്നത് എന്നേക്കാൾ ഇഷ്ടം അവളോടാണെന്നാണ്. അപ്പം അത് കാരണം തന്നെ എനിക്ക് അവളോട് ഇങ്ങനെ കുറച്ച് കുശുമ്പുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുശുമ്പിന് വേണ്ടിയിട്ട് അവളെ പിച്ച മാന്ത അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യായിരുന്നു. ഇപ്പം അങ്ങനെ കുശുമ്പൊന്നുമില്ല കേട്ടോ ഇപ്പോൾ. പക്ഷേ ഞങ്ങൾ അതിന് കുഞ്ഞു ചെറുപ്പത്തിൽ കുശുമ്പുണ്ടായിരുന്നെങ്കിലും പിന്നെ വലുതായി വരുന്നവരും ഒരു 8, 9, 10 ആ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചപ്പോൾ ഞങ്ങൾ തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു. എപ്പോഴും പുറുപുറുന്ന് അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും ചോദിക്കും, എന്നിട്ട് ഈ പിള്ളേർക്ക് വർത്താനം പറഞ്ഞിട്ട് തീരണില്ലേ? അങ്ങനെ ഇപ്പോഴും വർത്താനം അങ്ങനെയാണല്ലോ എന്നൊക്കെ. പക്ഷേ അന്ന് ഞങ്ങളിങ്ങനെ എല്ലാ കാര്യങ്ങളും, അവളുടെ കാര്യങ്ങൾ എന്നോടായാലും എൻ്റെ കാര്യങ്ങൾ അവളോടായാലും ഒക്കെ ഞങ്ങൾ ഷെയർ ചെയ്യായിരുന്നു. പക്ഷേ പിന്നീട് കല്യാണം പിന്നെ അവൾ നഴ്സിങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ തമ്മിൽ അധികം അറ്റാച്ച്മെൻ്റ് ഇല്ല. അവൾ അവിടെ നിൽക്കുന്നു, ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ തമ്മിൽ അധികം പിന്നെ അവൾ വീട്ടിൽ വന്നാൽ തന്നെ അവൾക്ക് ഉറങ്ങാനേ നേരമുള്ളൂ. അപ്പോൾ എനിക്ക് ദേഷ്യം വരും. അപ്പോൾ ഇവളെന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്, ഉറങ്ങാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നീട് അങ്ങോട്ട് ഒരു എൻ്റെ കാര്യം എന്തും അവളോട് തുറന്ന് പറയാം, അല്ലെങ്കിൽ അവളുടെ കാര്യം എന്തും എന്നോട് തുറന്നു പറയും. അങ്ങനത്തെ ആ ഒരു ഇത് ഇപ്പം മാറി. അന്നോട്ട് മാറിയതാ, ഇപ്പോഴും അത് അങ്ങനെ തന്നെ. പക്ഷെ ഇങ്ങനെ പോളും അങ്ങനെ. ഇപ്പൊ എവിടെയാ?
അനീത്തി ഇപ്പൊ ഉള്ളത് മാൾട്ടയിലാണ്. അവളുടെ കുട്ടികളൊക്കെ എൻ്റെ വീട്ടിലുണ്ട്. മാൾട്ടയിൽ അവള് നേഴ്സാണ് അവള്. അപ്പൊ അവള് മാൾട്ടയില് നന്നായി പോകുന്നു, നല്ല ജോലിയൊക്കെ ആയിട്ട് പോകുന്നു. ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു വലിയ ആൻസർ ആയിരിക്കും എന്നായിരിക്കും. ഹൗ വാസ് യുവർ കോളേജ് ലൈഫ്? മൈ ഗോഡ്, എൻ്റെ കോളേജ് ലൈഫാണ് അവള് ചോദിക്കണേ. എൻ്റെ കോളേജ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ +2 പോയി. +2 നമ്മുടെ ചാലക്കുടിയിൽ ഒരു നിർമ്മല കോളേജ് ഉണ്ടായിരുന്നു. എനിക്കധികം മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പാരലൽ കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത്. അങ്ങനെ അവിടെ +2 ഹ്യൂമാനിറ്റീസ് പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും +2ന് വലിയ മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും ആ കോളേജിൽ തന്നെ ഡിഗ്രി. ഞങ്ങൾക്ക് കുറേ മാർക്ക് വേണമെന്ന് പറയുന്നത് അത് നമ്മൾ അങ്ങനെയല്ലേ, പാരൻസിന് മാർക്കില്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് മാർക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കില്ല. അതിൽ തെറ്റുണ്ടോ? അങ്ങനെ തെറ്റില്ല. നമ്മൾക്ക് കിട്ടാത്തത് നമ്മുടെ മക്കളിലൂടെ കിട്ടണം, അതാണ് നമ്മുടെ ആഗ്രഹം. ഓക്കെ. അപ്പോൾ ഞാൻ +2 കഴിഞ്ഞു. +2 കഴിഞ്ഞപ്പോൾ നിർമ്മല കോളേജിൽ തന്നെ ഡിഗ്രിക്ക് ചേർന്നു. ഡിഗ്രി സോഷ്യോളജിയാണ് എടുത്തത്. ഡിഗ്രി എൻ്റെ ഒരു അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോളേജ് ജീവിതമായിരുന്നു. കാരണം എന്താ പറയുക, ടീച്ചേഴ്സൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ ഇഷ്ടപ്പെടുന്നു. ഞാനാണെങ്കിൽ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ എന്തിലും ഏതിലും കയറി ഇടപെടും. പിന്നെ കോളേജിൽ ഏത് പ്രോഗ്രാമിലും പങ്കെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ കോളേജിൽ ഡിബേറ്റ് ഉണ്ടാവുമ്പോൾ അതിനകത്ത് പങ്കെടുക്കുക. പിന്നെ മറ്റേ കോളേജ് ഇലക്ഷൻ ഉണ്ടാവുമല്ലോ, ആ ഇലക്ഷനിൽ പങ്കെടുക്കാം. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പങ്കെടുത്തു ആ കോളേജ്. പിന്നെ ഞാൻ ആ സമയത്ത് നമുക്കൊരു KCYM, പള്ളിയുമായി ബന്ധപ്പെട്ട് KCYM സംഘടന ഉണ്ടായിരുന്നു. അതിൻ്റെ ചെയർപേഴ്സണൊക്കെ ആയിട്ട് രൂപതാ തലത്തിൽ തന്നെ ചെയർപേഴ്സണൊക്കെ ആയിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ അങ്ങനെ കുറേ അധികം നല്ല നല്ല മൊമെൻറ്റ്സ് എനിക്ക് ആ കോളേജ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ MSWന് ജോയിൻ ചെയ്തു, ഇരിങ്ങാലക്കുട സെൻറ്റ് ജോസഫ് കോളേജിൽ. അതെനിക്ക് അത്ര വലിയ നല്ല എക്സ്പീരിയൻസ് ഒന്നുമില്ല. മീൻസ് അതിലെപ്പോഴും ഇങ്ങനെ പഠിക്കുക എന്നുള്ള ഒരു ഇത് തന്നെയായിരുന്നു. അവിടുത്തെ ടീച്ചേഴ്സ് ആയാലും സിസ്റ്റേഴ്സ് ആയാലും എപ്പോഴും പഠിക്കണം എന്നുള്ള ചിന്തയായിരുന്നു. അപ്പോൾ അത് കണ്ട് തന്നെ എനിക്ക് ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊന്നും ആ സമയത്ത് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ആങ്കറിങ്. പിന്നെ അതുപോലെ തന്നെ അന്ന് ഞാൻ ന്യൂസ് റീഡറായിരുന്നു മാള വിഷനിൽ. അപ്പോൾ പക്ഷെ അതൊന്നും തുടർന്നു കൊണ്ടുപോകാൻ എനിക്ക് പറ്റിയില്ല. ചിലപ്പോൾ ഞാൻ പഠനത്തിൽ കുറച്ച് മോശമായി പോയതുകൊണ്ട് അവരൊന്ന് കടിഞ്ഞാനിട്ടതായിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ കൂടി എൻ്റെ ആഗ്രഹങ്ങളെ നമുക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റാണ്ടായപ്പോൾ എനിക്ക് ആ കോളേജിൽ അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും എങ്ങനെയൊക്കെയോ MSW പൂർത്തിയാക്കി അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കോളേജ് ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ ഒക്കെ ഈ ലേഡീസ് ഓൺലി കോളേജിലായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വലിയ വലിയ എക്സ്പീരിയൻസുകളൊന്നുമില്ല. എല്ലാം ഞാൻ പഠിച്ചതെല്ലാം ലേഡീസ് ഓൺലിയിലായിരുന്നു. ആകെ 7ാം ക്ലാസ് വരെയാണ് ബോയ്സിൻ്റെ ഒപ്പം പഠിച്ചിട്ടുള്ളത്. അതിനുശേഷം മൊത്തം ലേഡീസ് ഓൺലി ആയിരുന്നു. അപ്പോൾ പക്ഷേ കമ്പനി വരുമ്പോൾ എല്ലാം എനിക്ക് തോന്നുന്നത് എനിക്ക് ലേഡീസ് ഫ്രണ്ട്സിനേക്കാൾ കൂടുതൽ ബോയ്സ് ആണ് പെട്ടെന്ന് കമ്പനി ആവാൻ എളുപ്പം. ഞാനും അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് എപ്പോഴും അവരോട് ഞാൻ അമ്മ അങ്ങനെ ഏമ്മക്കുട്ടി പറയുന്നതാണ്. അമ്മ അങ്ങനെ ആയതുകൊണ്ട് അവളും അങ്ങനെ തന്നെയാണ്. കാരണം അവൾക്ക് കൂടുതൽ ബോയ് ഫ്രണ്ട്സ് ആണെന്നാണ് അവള് പറയുന്നത്. എല്ലാവരും ഈക്വൽ ആണെന്ന്. ഓക്കെ, അങ്ങനെ പോട്ടെ. ഇനി എന്തെങ്കിലും ഉണ്ടോ ക്വസ്റ്റ്യൻ? ഒരെണ്ണം കൂടി, മെയിൻ ക്വസ്റ്റ്യൻ എനിക്ക് അറിയേണ്ട കാര്യം. ഇനി അമ്മക്കുട്ടിക്ക് അറിയേണ്ട മെയിൻ ക്വസ്റ്റ്യൻ ചോദിക്കാന്ന്. പറയ്. വാട്ട് യു തിങ്ക് അബൌട്ട് മീ ആൻഡ് മൈ ബ്രദർ? മൈ ഗോഡ്, ഇത് കുറേ നേരായി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് അവള് ചോദിക്കാൻ വെച്ചതാണ് വാട്ട് യു തിങ്ക് അബൌട്ട് മീ ആൻഡ് മൈ ബ്രദർ. അതായത് ഞാൻ അവളെക്കുറിച്ചും അവളുടെ സഹോദരനെ കുറിച്ചും എന്ത് ചിന്തിക്കുന്നു, അതായത് എൻ്റെ 2 മക്കളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അതോ നിങ്ങളിലുള്ള എൻ്റെ പ്രതീക്ഷയാണോ, എന്താ ചോദിക്കുന്നത്, എന്താ ചിന്തിക്കണേ എന്നുള്ളത്. അതായത് സത്യസന്ധമായിട്ട് ഉത്തരം പറയാം. സത്യസന്ധമായിട്ട് ഉത്തരം പറയണമെന്ന് പറയുമ്പോൾ എനിക്ക് എറിക്ക് എൻ്റെ മൂത്ത മോനുണ്ട്. അപ്പം അവന് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു മോളുണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മോളായിരുന്നു ആഗ്രഹം. കാരണം ആദ്യത്തെ പെൺകുട്ടിയാവണമെന്നൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. ആൺകുട്ടീനെയാണ് കിട്ടിയത്. പക്ഷെ എന്താ വെച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആൺകുട്ടി ഞങ്ങൾ പക്ഷേ കൊഞ്ചിച്ചൊന്നും വളർത്തിയിട്ടില്ല അവനെ. എല്ലാവരും ഇങ്ങനെ ആദ്യത്തെ കുട്ടി ഉണ്ടാകുമ്പോൾ ഭയങ്കര കൊഞ്ചിക്കല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല. പക്ഷെ ഞാനായാലും ഹസ്ബൻഡായാലും അവനെ കൊഞ്ചിച്ചിട്ടില്ല. ഭയങ്കര ഇങ്ങനെ എന്നാൽ ഭയങ്കര സ്ട്രിക്റ്റ് ഒന്നും അല്ല, പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു നേരായ അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ എൻ്റെ ചിന്തയിലേ എനിക്ക് അവനെ കൊഞ്ചിച്ചതായിട്ട് ഓർമ്മയില്ല.
പക്ഷെ രണ്ടാമത് എമ്മക്കുട്ടി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഇങ്ങനെ കൊഞ്ചിക്കാനുള്ളൊരു മൂടൊക്കെ വന്നു. അപ്പോൾ ഇങ്ങനെ അവളെ കൂടുതൽ കൊഞ്ചിച്ചു. അപ്പം അതാണ് അവർ തമ്മിലുള്ള ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് എറിക്കിനെ ഞാൻ കൊഞ്ചിക്കാതെ വളർത്തി, എമ്മക്കുട്ടിയെ ഞാൻ കൊഞ്ചിച്ച് വളർത്തി. പിന്നെ എറിക്കിനെ സംബന്ധിച്ച് ഇപ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അഡോളസെന്റിന്റെ ആയിരിക്കും. അമ്മയെ എതിർക്കണം എന്നുള്ള ഒരു ചിന്തയാണ് അവൻ്റെ മനസ്സിൽ. എന്തു പറഞ്ഞാലും എതിർത്തേ സംസാരിക്കുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ പ്രായത്തിലുള്ള ആൺമക്കളുള്ള എല്ലാ അമ്മമാരും അനുഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത്. എല്ലാ ആൺമക്കളും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ കടന്നു പോകുന്ന ഒരു മേഖല എന്ന് പറയണത് ഇങ്ങനെ എനിക്ക് മനസ്സിലാവണില്ല. കാരണം ആൺകുട്ടികളെ ഇത്രയും പോകുന്ന ആൺകുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത്. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് അടിപൊളിയായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്രയും അങ്ങോട്ട് ഒരു റിസ്ക് വന്നിട്ടില്ല. അപ്പോൾ അവന് എതിർക്കുമ്പോൾ എനിക്ക് അവനോട് ഭയങ്കര ദേഷ്യവും വിഷമവും അതൊക്കെ ഉണ്ട്. പിന്നെ ഞാനും നന്നായി വഴക്ക് പറയുന്നുണ്ട് ചില സമയത്തൊക്കെ. എപ്പോഴും അല്ല, എന്നിരുന്നാൽ കൂടി കുറെ സമയങ്ങളിലൊക്കെ ഞാൻ വഴക്ക് പറയുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് അമ്മ പറയാണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. ഇതിന്റെ തല്ലുകൂടുന്നതിന്റെ ഇടയ്ക്ക് ഉന്ത, തള്ള, അടിക്കുക, പിച്ച, മാന്ത ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അതും ഉണ്ടാവാറുണ്ട്. കാരണം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനെ ആക്രമിക്കും. അപ്പം ഞാൻ ചിലപ്പോൾ ഉന്തും അവനെ തള്ളും പിച്ചും അതൊക്കെ ഉണ്ടാവാറുണ്ട്. എനിക്ക് അങ്ങനത്തെ അമ്മമാരുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ അങ്ങനത്തെ ഒരു അമ്മയാണ്. പക്ഷെ അത് ഇഷ്ടക്കുറവുകൊണ്ടൊന്നല്ല, അവൻ നന്നായി കാണണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണല്ലോ. അപ്പം അങ്ങനെ. പക്ഷെ അവൻ ഭയങ്കര കൈൻഡ് പേഴ്സൺ ആണ് കേട്ടോ. അതായത് മറ്റുള്ളവരോട് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു ദയവ് കാണിക്കുന്ന ഒരു ആളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം കൂടുതലും ഞാൻ അവനെ അങ്ങനെയാണ് കണ്ടത്. മറ്റുള്ളവരോട് നന്നായി ബിഹേവ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം, അവനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അവനിൽ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാണ് ആ കുട്ടി. കാരണം ഏത് കാര്യങ്ങളിലും മുന്നിൽ ചെന്ന് നിന്ന് പറയാനും പ്രവർത്തിക്കാനും ഒക്കെ അവന് നല്ല കഴിവുണ്ട്. അപ്പൊ ഇത്രയും പോരെ. ഇനി അമ്മക്കുട്ടീനെ കുറിച്ച് പറയാനാണെങ്കിൽ അമ്മക്കുട്ടിയും ഇപ്പൊ 5ാം ക്ലാസ് കഴിഞ്ഞ് 6ാം ക്ലാസ്സിലേക്കായി. അപ്പൊ അവൾക്ക് ഇങ്ങനെ ചില വാശികള് അങ്ങനെയൊക്കെ ഉണ്ട്. ഈ പറയുന്ന ചേട്ടനെ കണ്ടിട്ടാവും ചിലപ്പോൾ അമ്മയെ കുറച്ചിങ്ങനെ എതിർക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവൾക്കും തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അവളും ഈ പറഞ്ഞ പോലെ അവള് ഭയങ്കര ഇങ്ങനെ ബുദ്ധിയുള്ള കുട്ടിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പോലും ചിന്തിക്കാത്ത കാര്യമാണല്ലോ ഇവള് പറയുന്നത്, ഇവളെന്തൊക്കെയാണ് ഈ ചിന്തിച്ച് കൂട്ടുന്നത്, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം അത്ര ഇങ്ങനെ കൂർമ്മ ബുദ്ധിയുള്ള ഒരു കുട്ടിയാണ് അവള്. പിന്നെ ഇങ്ങനെ കുറെ ക്രാഫ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹവും താല്പര്യമൊക്കെ ഉള്ള കുട്ടിയാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് അത് മാനിപ്പിച്ചെടുക്കാൻ, അതായത് അവള് വിചാരിക്കുന്ന കാര്യം എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് മാനിപ്പിച്ച് എടുക്കാനുള്ള ഒരു നല്ല കഴിവ് അവൾക്കുണ്ട്. അത് അവള് തന്നെ സമ്മതിച്ചല്ലോ, എനിക്കറിയാവുന്ന കാര്യം. കാരണം പപ്പയൊന്നും അങ്ങനെ എന്താ പറയുക വിട്ടുകൊടുക്കണ ഒരാളൊന്നുമല്ല. ആൾക്ക് ആളുടേതായ ഒരു ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ആളൊരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ നടക്കുള്ളൂ. പക്ഷെ അമ്മക്കുട്ടി അതൊക്കെ ഇളക്കി എങ്ങനെയെങ്കിലൊക്കെ പപ്പേനെ കൊണ്ടായാലും എന്നെ കൊണ്ടായാലും അത് വാങ്ങിച്ചെടുക്കും. പിന്നെ നല്ല കുട്ടിയാണ് അവള്, നല്ല മിടുക്കിയാണ്. പുതിയ എന്ത് കാര്യവും എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു താല്പര്യമുള്ള കുട്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ പേടി എന്ന് പറയുന്ന സാധനം അടുത്തോടെ പോവാത്തൊരു സാധനമാണ്. കാരണം ഏത് കുന്തത്തുമ്പോ വേണമെങ്കിലും പിടച്ചു കയറാനായിട്ടുള്ള ഒരു അപാര കഴിവ് അവൾക്കുണ്ട്. അമ്മ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. എനിക്ക് എല്ലാ കാര്യങ്ങളും പേടിയില്ലെന്നല്ല, എനിക്ക് നല്ല പേടിയുണ്ട് ഇരുട്ടിനെ. ഇരുട്ടിനെ പേടി അതൊന്നല്ല, പക്ഷെ ഇങ്ങനെ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു പേടിയില്ല എന്നാ ഞാൻ പറഞ്ഞത്. ഇതാണ് എന്റെ 2 മക്കളെ കുറിച്ചും എനിക്ക് പറയാനുള്ളത്. ഒരെണ്ണം കൂടി. ഇത് ഭയങ്കര ഷോർട്ട് ക്വസ്റ്റ്യൻ, അപ്പൊ നമ്മ കൊറേ ചിന്തിക്കേണ്ടി വരും. എന്നെയാണോ ചേട്ടനെയാണോ കൂടുതൽ ഇഷ്ടം? ഒറ്റ ഒരാളെ പറയാൻ പറ്റൂ. പെട്ടു. അവളെയാണോ ചേട്ടനെയാണോ ഇഷ്ടം കൂടുതൽ? അതിപ്പോ ഞാൻ ആരെ പറയും? ഇതിനകത്ത് ഉത്തരം പറഞ്ഞാൽ എനിക്ക് അടുത്തത് ചോദിക്കാൻ പറ്റുമോ? അടുത്തതും ഇതേപോലെയാ. ഇതിന് പക്ഷെ ഉത്തരം കാണിക്കാം, എന്നാലേ അടുത്ത ചോദിക്കാൻ പറ്റും. കാരണം ഈ ഉത്തരമായിട്ട് ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും പറയുന്ന പോലെ നമ്മുടെ വലത് കണ്ണാണോ ഇടത് കണ്ണാണോ നമുക്ക് കൂടുതൽ ഇഷ്ടം എന്ന് നമ്മൾ ചോദിച്ചാൽ നമ്മൾ ഏത് കണ്ണിനെ പറയും?
നമ്മൾ രണ്ട് കണ്ണൊന്നല്ലേ പറയുള്ളൂ. അതുകൊണ്ട് വലത് കണ്ണാണ് എനിക്കിഷ്ടം, ഇടത് കണ്ണാണ് എനിക്കിഷ്ടം എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. രണ്ട് തരത്തിലും രണ്ടുപേരെയും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ രണ്ട് തരത്തിലുള്ള ഇഷ്ടമാണ്. എറിക്കിനോട് ഇപ്പം എനിക്ക് കൂടുതലും അവൻ ഇന്ന പോലെ ആവണം, അല്ലെങ്കിൽ അവന് ആ ഒരു രീതിയിലുള്ള, പിന്നെ അവന് ഒരു മെച്യൂരിറ്റി ആയ കുട്ടിയായല്ലോ, അപ്പം അവനോട് അങ്ങനെ ഒരു പക്വതയുടെ ഇഷ്ടമാണ്. പക്ഷെ എമ്മക്കുട്ടിയോടൊരു കൊഞ്ചിക്കലിൻ്റെ ഇഷ്ടമാണ്. അവളും വലുതായി കഴിയുമ്പോൾ അതൊരു പക്വതയുടെ ഇഷ്ടമാവും. അപ്പം അങ്ങനെ രണ്ടുപേരോട് എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ അമ്മ ഒറ്റ ഒരാളായിട്ട് ഉത്തരം പറയാത്തത് ഞാൻ എങ്ങനെ ചോദിക്കാം. എന്നെയും ചേട്ടനെയും ഒരു ടീമായിക്കൂട്ടുക, പപ്പനെ വേറെ ടീമായിക്കൂട്ടുക. ഞങ്ങൾ ഈ രണ്ട് ടീമിൽ ആരെയാ ഇഷ്ടം കൂടുതൽ? ഇപ്പൊ വീണ്ടും എന്നെ പെടുത്താൻ വേണ്ടിയുള്ള ചോദ്യമാണ്. പപ്പേനെയാണോ എൻ്റെ രണ്ട് കുട്ടികളെയാണോ എനിക്ക് കൂടുതൽ ഇഷ്ടം എന്നാണ് ചോദിക്കുന്നത്. ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ രണ്ട് കുട്ടികളെയാണ് കൂടുതൽ ഇഷ്ടം. പപ്പേനെ ഇഷ്ടമാണ് കേട്ടോ. കാരണം പപ്പ ഉള്ളതുകൊണ്ടാണല്ലോ എൻ്റെ രണ്ട് കുട്ടികളെ എനിക്ക് ഉണ്ടായത്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ അവസാനിപ്പിക്കാം. ബൈ ബൈ.